ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് ലോകസഭയിൽ വരികയാണ്. സമൂഹ മാധ്യമങ്ങളോടുള്ള വിദ്വേഷ അപകീർത്തി പരാമർശങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ ബില്ല് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല് ഉടൻ കൊണ്ടുവരും. യൂട്യൂബ്, ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വാർത്ത, സമകാലിക സംഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നവർ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. കടുത്ത നിയന്ത്രണങ്ങൾ വരികയാണ്. നമ്മളൊരിക്കലും ഇതേ കാര്യം നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ പറഞ്ഞതാണ്. കാരണം ആത്മനിയന്ത്രണമില്ലാതെ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ ഈ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. സെൽഫ് കൺട്രോൾ വേണം. പക്ഷെ ആരും കേട്ടില്ല. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഈ ബ്രോഡ്കാസ്റ്റ് സർവീസസ് ബില്ല് അത് ഏതിലേക്കൊക്കെ ആയിരിക്കും വിരൽ ചൂണ്ടുക? എസ്കെൻ, സമീപ ദിവസത്തിൽ നമുക്ക് മുന്നിലുള്ള ഉദാഹരണം നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യങ്ങളെ അഥവാ അവിടുത്തെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ നീക്കങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ചില പ്രചരണങ്ങൾ ഉണ്ടായെന്ന് നമുക്കറിയാം. ഇത് സമൂഹത്തിന്റെ ആകെ സ്വസ്ഥതയെ കെടുത്തുന്നതും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതുമാണ്. ഒരുമിച്ച് നിൽക്കാനുള്ള സമൂഹത്തിന്റെ താല്പര്യത്തെ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത്. ഇത് വ്യക്തികളുടെ കാര്യമാകുമ്പോൾ പലരെയും ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുന്ന വിധത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ട് തങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. പലരും അതിൽ ലക്ഷക്കണക്കിന് രൂപ അവരുടെ സമ്പാദ്യമായി പ്രതിമാസം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളത്. പക്ഷെ ഇവർക്കൊന്നും ലൈസൻസോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളോ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനാണ് അന്ത്യം വരാനായിട്ട് പോകുന്നത്. ഇവരും ഒരു നിയന്ത്രണ സമിതിക്ക് മുന്നിൽ, ഒരു നിയന്ത്രണ ഉപാധിക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരെല്ലാം ഇനി ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന ആശയത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. അതിനോടൊപ്പം തന്നെ ഈ പരിധിയിലേക്ക് അവർ വരുന്നതോടുകൂടി തന്നെ നിയമത്തിന്റെ ബാധ്യത അവർക്ക് മുന്നിലേക്ക് എത്തുന്നു. അവർ പുറത്തേക്ക് വിടുന്ന ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള ബാധ്യത അവർക്കായിരിക്കും ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെറ്റായ പ്രചരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടുത്ത ശിക്ഷ അവരുടെ ഈ യൂട്യൂബിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അടക്കം റദ്ദാകുന്ന വിധത്തിലേക്ക് അടക്കമാണ് ഈ നിയമം വിരൽ ചൂണ്ടാനായിട്ട് പോകുന്നത്. അസത്യ പ്രചരണം നടത്തുക, വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുക, വിദ്വേഷ പ്രചരണം നടത്തുക, ഇവയെല്ലാം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ വിദ്വേഷ പ്രചരണം വലിയ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം ഈ ബില്ലിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. ഏതായാലും നിർബന്ധിതരായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് അവർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എസ്.കെ. താങ്ക് യു രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയാം, ഈ വാർത്താ ചാനലുകളെയും മറ്റ് TV ചാനലുകളെയും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളെയും ഒക്കെ നിയന്ത്രിക്കാൻ വാർത്താ വിതരണ വകുപ്പുണ്ട്. മാത്രമല്ല നിയമത്തിന് അവർ വിധേയമാണ്. എന്നാൽ ഒരു നിയമത്തിന് വിധേയമല്ലാത്ത രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല ചില തന്ത്രങ്ങളും തട്ടിപ്പുകളും ഉണ്ടായിരുന്നു. അതായത് ഒരു സാധാരണക്കാരനെ കുറിച്ച് പറഞ്ഞാൽ എത്ര വ്യൂവർഷിപ്പ് കൂടുന്നു അതിനനുസരിച്ച് വരുമാനം കൂടും എന്നുള്ളതുകൊണ്ട് എപ്പോഴും 10 പേര് അറിയുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 10 കെയിൽ കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് 155 കെയിലേക്ക് വളരും. പിന്നെ അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 260 കെയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവരെ തന്തയ്ക്ക് പിറക്കാത്തവൻ എന്ന് തുടങ്ങിയ നമ്മളൊരിക്കലും മലയാളികൾ ഉപയോഗിക്കാത്ത വാക്കുകൾ വരെ ഉപയോഗിക്കുന്ന ഈ യൂട്യൂബുകൾ നാട്ടിൽ ഒരുപാട് പെരുകുന്നൊരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ല് കൊണ്ടുവരുന്നത്. ഈ ബില്ല് വരുന്നതോടെ ഒരു നിയന്ത്രണത്തിൻ്റെ ചരടിൽ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളെയും സോഷ്യൽ മീഡിയയിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളെയും കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ വിദ്വേഷ പ്രചരണം നടത്തിയാൽ, സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം നടത്തി 155 കെയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ കെയുടെ മറുപടി ഡൽഹി പോയി പറയേണ്ടി വരും.